അങ്ങനെ ദാ റംലാൻ സീരീസ് 19 ആയില്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അതിലെ ചെറിയ ക്ലീനിങ്ങിലൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു ചെറിയ അൺബോക്സിംഗ്, പിന്നെ അതാ ഇഫ്താറിനുള്ള ഒരുക്കങ്ങളും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ചില കാര്യത്തിലേ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നല്ല സുഖമാണെങ്കിലും, പക്ഷെ ചില കാര്യത്തിനാണെങ്കിലോ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഭയങ്കര റിസ്ക് ഉള്ള പണിയായിരിക്കൂലേ. ഈ വക ഐറ്റംസ് കാര്യങ്ങളും പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ആളുണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. അതായത് ചായ കടി ഇതൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആളും പറയാറുണ്ട് കേട്ടോ, ഒറ്റക്കാണെങ്കിൽ പിന്നെ നമുക്ക് മാത്രം പണിയെടുത്താൽ മതിയല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന്. അതൊക്കെ നമുക്ക് ഒറ്റക്കാകുമ്പോൾ തോന്നും കൂട്ടത്തിലാണ് നല്ലത് എന്നുള്ളത്. കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് തോന്നും ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. ചില ടൈമിൽ നമുക്ക് ഒറ്റക്കാവുന്നതായിരിക്കും നല്ലത്, ചില ടൈമിൽ നമുക്ക് കൂട്ടത്തിലിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നിങ്ങൾക്കൊക്കെ ഏതാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു നിക്കപ്പുറതി ഉണ്ടാവില്ല കേട്ടോ. കാരണം പിന്നെ അത് അൺബോക്സ് ചെയ്തിട്ടുള്ള ബാക്കി പരിപാടി. ചിലപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നതിന് മുന്നേയും അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ മെല്ലെ പാക്ക് ചെയ്യും, വീണ്ടും അൺബോക്സ് ചെയ്യട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ടോർച്ചാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും വല്ലാണ്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ടോർച്ചാണ് കേട്ടോ. നല്ലൊരു പവർഫുൾ LED ഫ്ലാഷ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ഇടുന്നതാണ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. കപ്പിൾസ് നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ കുഞ്ഞാക്കാക്ക് ഏതോ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. നൂൽപുട്ടിന്റെ 2 അച്ച് കൊടുത്തിട്ട് എന്തുണ്ടാക്കുന്നു കുറേ നേരം ആലോചിച്ചു. ലാസ്റ്റ് എന്റെ മണ്ടൊക്കെ ഓർത്ത് ഞാൻ അത് അവിടെ തന്നെ കൊണ്ടുപോയി. കാരണം നൂൽപുട്ടും പത്തിരിയൊക്കെ എല്ലാവർക്കും അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സച്ച് പറഞ്ഞത് അവനക്ക് ചോറാണ്, സാധാ ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് ചോറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കൂടുതൽ പണിയൊന്നും അടുപ്പത്തിട്ട് ഇതാ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ചെത്തിയിട്ടുണ്ട്. പിന്നെ അത് ആ പപ്പായ നല്ലപോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരിപ്പും മുരിങ്ങക്കായും കറിയും കൂടെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറേ ദിവസമായി ഇങ്ങനത്തെ കറിയും ചോറും ഒക്കെ കഴിച്ചിട്ട്. പിന്നെ അത് കുഞ്ഞാക്കാക്ക് കടയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അത് ഒന്ന് നാരങ്ങളും കൂടെ കലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട് സലാഡും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കളർഫുൾ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ കുറച്ച് മുന്നേ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ഒരു കളർ കേട്ടോ. പക്ഷേ ടേസ്റ്റിന്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ ചേർത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ അതാ നമ്മൾ കുറച്ച് ബദാമൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ നോമ്പ് തുറക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈം ജ്യൂസ്, വെത്തക്ക, ഈത്തപ്പഴം, അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഫ്രൂട്ട് സലാഡിൽ വലിയ കളർഫുൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വത്തക്കയും അതുപോലെ തന്നെ കുറച്ച് പപ്പായയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയത്. സച്ചക്കും അധികം ഫ്രൂട്ട്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതിൽ പഴം ആപ്പിളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അധിക ദിവസം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പറ്റാറില്ല കേട്ടോ. കാരണം ബാങ്ക് കൊടുക്കുന്ന ടൈമിലേക്കാരെ ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ പിന്നെ ഓരോന്നായിട്ട് കാണിക്കാറുണ്ട്. ചോറാകൊണ്ട് പിന്നെ പെട്ടെന്ന് പണിയൊക്കെ ഒരുങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാതും കൂടെ വെച്ചിട്ട് കാണിച്ചത് കേട്ടോ. അങ്ങനെ ആ പരിപ്പ് കറി സെറ്റായി, ചിക്കൻ ഇവിടെ സെറ്റായിട്ട് ഇന്ന് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നോമ്പ് തുറന്റെ ആ ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസമായി ഇങ്ങനെ ഒന്ന് ചോറ് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അപ്പം അത്താഴത്തിനും ഇതിനെ കഴിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല കേട്ടോ. ഞാൻ ഓട്സും അതുപോലെ തന്നെ ഈ ചോറും തന്നെയാണ് കഴിച്ചത്. കുറച്ച് ചോറാട്ടോ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ആയിരുന്നു. റമദാൻ സീരീസ് 19 നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളത്തെ സീരീസിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.